അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചീസി ആയിട്ടുള്ള ഒരു അറബിക് സ്വീറ്റാണ്. ക്നാഫയാണ് കേട്ടോ ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് മുമ്പ് ഞാൻ ക്നാഫയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സേമിയ വെച്ചിട്ടായിരുന്നു തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പോയിട്ടൊന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ ഒരു അറബിക് സ്വീറ്റ് കുനാഫ ഡൗ വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഫ്രോസൺ ആയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്ന ഈ ഒരു ഫ്രോസൺ കുനാഫ ഡൗ ആണ് എടുത്തിട്ടുള്ളത്. 500 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ നമുക്ക് വേണ്ട നമുക്ക് ഇതിൻ്റെ പകുതി മതിയാകും. അപ്പോൾ ഇതൊന്ന് ഫ്രീസറിൽ നിന്നൊരു 10 മിനിറ്റ് മുമ്പ് തന്നെ പുറത്തെടുത്ത് വെക്കുക. ഇനി ഞാൻ ഒരു സോസ് പാനിലോട്ട് ഞാൻ ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി എടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ അളവിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഇതിലോട്ട് ഞാൻ കുറച്ച് പാലോ അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും പിടിക്കാത്ത രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. ഈ ഒരു മിക്സ്ചർ നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടയൊന്നും പിടിക്കാത്ത രീതിയിൽ വേണം ഇത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നന്നായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പഞ്ചസാര എടുക്കുക. ഞാൻ ഇതിലോട്ട് ഈ ഒരു ഫില്ലിങ്ങിലോട്ട് ഒരു പാകത്തെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതിലോട്ട് 100 ഗ്രാം ബട്ടർ വേണം. ഇത് അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കുനാഫ ഡൗ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിച്ചി എടുക്കണം. ഈ ഒരു പിച്ചി എടുക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിക്ക് സിസർ വെച്ച് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് കുറച്ചായിട്ട് 2-3 ബാച്ചായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഒരുപാട് നൈസായിട്ട് പൊടിച്ചെടുക്കരുത്. ഞാനിത് അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഇതിപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 ബാച്ചാക്കി ഇട്ടിട്ട് ചെറിയ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വിസ്ക് ചെയ്തെടുത്താൽ മതിയാകും. ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. ഇനി ഞാനിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാര ഈ ഒരു ഡൗവിൽ മധുരമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫില്ലിങ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിത് സ്റ്റൗ ടോപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കട്ടയൊന്നും പിടിക്കാത്ത രീതിയിൽ വിസ്ക് വെച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് കട്ടയൊന്നും പിടിക്കാതെ നോക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കുകയും ചെയ്യും. എന്നിട്ട് കോൺഫ്ലവറിൻ്റെ ആ ഒരു പച്ചച്ചൊന്നും മാറില്ല. ഇതിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിക്കായി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആയി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിതിലോട്ട് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി ക്രീം ചീസിൻ്റെ ഈ ഒരു പുളിപ്പ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുക. ക്രീം ചീസ് ചേർത്ത് കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുക. ഞാനിവിടെ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ക്രീം ചീസാണ് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്ത് എടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ആയി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ചെറിയ ചൂട് കിടന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്രീം ചീസെല്ലാം നന്നായിട്ട് ഇതിലോട്ട് അലിഞ്ഞു പോകും. അതുപോലെ റൂം ടെമ്പറേച്ചറുള്ള ക്രീം ചീസാണ് എടുക്കേണ്ടത്. ഇനി ഞാനതിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കുനാഫയിലോട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി കുനാഫ സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഓവനിലെല്ലാം വെക്കാൻ പറ്റുന്ന ഇതുപോലെ ഒരു റൗണ്ട് പാൻ എടുത്തിട്ടുണ്ട്.
അതിലോട്ട് ആദ്യം നന്നായിട്ട് ബട്ടർ 4 സൈഡിലും എല്ലായിടത്തും ബട്ടർ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോവിൽ നിന്ന് പകുതി എടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ എല്ലായിടത്തും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. 4 സൈഡിലും നന്നായിട്ട് ചുറ്റുഭാഗം ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കൈ വെച്ച് പ്രസ് ചെയ്യാതിൻ്റെ മുകളിൽ ചെറിയൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഫസ്റ്റ് തന്നെ കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസി കുനാഫയാണല്ലോ നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ് ഒഴിച്ചു കൊടുക്കുക. ഫില്ലിങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സൈഡിലേക്കൊന്നും ഒരുപാട് ആക്കാത്ത രീതിയിൽ സെൻറ്ററിൽ കുറച്ച് നല്ല രീതിയിൽ തിക്കായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരുപാട് സൈഡിലോട്ട് എടുക്കണ്ട. എല്ലായിടത്തും ഒരു സ്പൂൺ വെച്ച് ഒരേ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഞാനിതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ഇത്ര തന്നെ ചീസ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം അവോയ്ഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ശേഷം നമ്മൾ നേരത്തെ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു മാവിൽ നിന്ന് പകുതി കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നന്നായിട്ട് സ്പ്രെഡ് പരത്തി തന്നെ വെക്കുക, ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് വെച്ച് കൊടുക്കുക. നേരത്തെ ഫസ്റ്റ് ലെയറിൽ വെച്ചപ്പോൾ കുനാഫ മാവ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത പോലെ ഇത് ഒരുപാട് ഹാർഡാക്കി പ്രസ് ചെയ്ത് കൊടുക്കരുത്. സൈഡിലൊക്കെ നന്നായിട്ട് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. എല്ലായിടത്തും ഒരേ രീതിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് മൈക്രോവേവ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓവനിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ് ഇതിനൊന്ന് ബേക്ക് ചെയ്ത് കൊണ്ടുവരിക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള സിറപ്പും കൂടെ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു സോസ് പാനിലോട്ട് 1 കപ്പ് പഞ്ചസാര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മെൽറ്റ് ആവുന്ന രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക. നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് മുമ്പ് ഞാനിതിലോട്ട് 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുനാഫ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ കുനാഫ നല്ല ചൂടോടെയാണ് ഇരിക്കുന്നത്. നമ്മുടെ സിറപ്പും ചൂടുമാണ്. ഇത് രണ്ടും നല്ല ചൂടോടായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ആദ്യം സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഇപ്പോൾ സിറപ്പ് നന്നായിട്ട് ചൂടുണ്ട്, അതുപോലെ കുനാഫ നല്ല ചൂടുണ്ട്. ഈ ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉള്ളിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ സിറപ്പ് വലിച്ചെടുക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു കുനാഫ. ഇനി ഞാനതൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ പാനിൽ നമ്മൾ ബട്ടറെല്ലാം സ്പ്രെഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വിടിവിച്ച് കിട്ടും. അപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ടോ കണ്ടോ. ഈ സിറപ്പൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഫില്ലിങ്ങിലാവട്ടെ അതുപോലെ ഡബിളൊന്നും ഒരുപാട് മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല. അത് നല്ല സ്വീറ്റ്, നല്ല മധുരമുള്ളൊരു സ്വീറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മധുരം വേണം. നിങ്ങൾക്ക് ഇത്രയൊന്നും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ എനിക്ക് അത്യാവശ്യം മധുരം വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിറപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഭംഗിക്ക് വേണ്ടി, ഇടയ്ക്കൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. ഇതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഉള്ളെല്ലാം നന്നായിട്ട് ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ടോ നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്വീറ്റ് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഞാൻ സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചും കൂടി സിറപ്പും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നല്ല സ്വീറ്റായിട്ടുള്ളൊരു ഡിഷ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സ്വീറ്റ് വേണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കഴിച്ച് നോക്കാം.
ആ ഒരു സിറപ്പിൽ നന്നായിട്ട് സോക്കായിട്ടാണ് ഈ ഒരു സ്വീറ്റ് കിടക്കുന്നത്. കണ്ടോ, നന്നായിട്ട് കുക്കായി ഉള്ളിലത്തെ ആ ഒരു ചീസ് ഫില്ലിങ്ങും ഒക്കെ നല്ല കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. മധുരവും അതുപോലെ ചീസിലുള്ള ഫില്ലിംഗ് എല്ലാം എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നമുക്ക് ഇതുപോലെ വീട്ടിൽ വെച്ച് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. നമുക്ക് പാർട്ടികൾക്ക് അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. എൻ്റെ ഈ കൊച്ചു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.